ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു പായസ റെസിപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതുപോലൊരു കുഞ്ഞു ഗ്ലാസ്സിൽ ബസ്മതി റൈസാണ് കേട്ടോ, അതായത് ചെറിയ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വലിയ സൈസിലേക്കുള്ള അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബസ്മതി റൈസ് ആയിരിക്കണം കേട്ടോ നമുക്ക് ഈ ഒരു പായസത്തിന് വേണ്ടത്. അപ്പോൾ നമുക്കതൊരു പായസം വെക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ പായസത്തിന് ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാൽ ചൂടായി വരട്ടെ. അതിലേക്ക് ഇപ്പോൾ മധുരത്തിന് ആവശ്യാനുസരണം പോലെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്ത ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവസാനം കാരമലൈസും കൂടി നമ്മൾ ചെയ്ത് ഒഴിക്കും. അപ്പോൾ പഞ്ചസാര എത്ര വേണ്ടത്, അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാലും നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി വന്നിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് അടിക്കേണ്ട, ചെറിയ തരി പോലെ വേണം കേട്ടോ. അപ്പോൾ അതുപോലെയാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പാല് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പാലിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ടതിന് ശേഷം സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഹൈയിൽ വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ട പിടിക്കും. പിന്നെ അപ്പോൾ തന്നെ നമ്മൾ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ ആയതിന് ശേഷം പിന്നെ നമുക്ക് കൈ എടുത്താലും പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വരട്ടെ. ജസ്റ്റ് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് മതി കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം. മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ അരി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതുപോലെ നമ്മുടെ അരി നല്ല സ്മൂത്തായിട്ട് വെന്ത് വരണം കേട്ടോ. ജസ്റ്റ് ഒരു 4 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ അരി നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഇതുപോലെ നല്ല ഒരു തിക്നെസ് ആയിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ഏലക്കപ്പൊടിയാണ് ചേർത്തെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സമയത്തെല്ലാം ഫുള്ള് സിമ്മിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സിമ്മിൽ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ഓരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഏലക്കപ്പൊടിയാണ് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ പായസത്തിൽ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നോട് മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന സമയത്ത് ഇതിനേക്കാളും നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ 3 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും ഒരു ടേസ്റ്റാണ് കേട്ടോ. അതും ചേർക്കുമ്പോൾ ഇത് രണ്ടും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ അതിനുശേഷം നമ്മളത് പാല് മാറ്റി വെച്ചിട്ട്, പാലല്ല നമ്മുടെ പായസം മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ നെയ്യിലേക്ക് നമ്മുടെ നട്ട്സുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നട്ട്സ് ഏതാ ഉള്ളത് അത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യും ഒരു 4 ടീസ്പൂൺ നെയ്യും ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ആൽമണ്ട്, കാഷ്നട്ട്, അതുപോലെ കിസ്മിസ്, അപ്പോൾ ഇത് 3 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി 3 ഇട്ടിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ പായസം വയ്ക്കുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു പായസത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു പായസത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റും ആ ഒരു കളർ ചേഞ്ചിങ്ങും എല്ലാം തരുന്നത് നമ്മുടെ ഈ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെച്ചേക്കാം. ഇപ്പം ഞാൻ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് 1 ഗ്ലാസ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കാരമലൈസ് ആയി വരട്ടെ. അപ്പോൾ കാരമലൈസ് ആയി വന്നതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ തനിയെ അത് കാരമലൈസ് ആയി വരുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചെന്ന് പറയുന്ന സമയത്ത് ഒരു 2-3 സ്പൂണേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ കാരമലൈസ്, ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ കണ്ടില്ല നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പായസത്തിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു കളറും എല്ലാം കിട്ടുന്നതും. നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് അടപ്രഥമൻ ഉണ്ടല്ലോ, ആ ഒരു അടപ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ശരിക്കുമുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ചൂടോടുകൂടെ തന്നെ, ആറാൻ വെക്കേണ്ട, ആ ചൂടോടുകൂടെ തന്നെ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് സെറ്റായി കിട്ടുന്നത്. അതുപോലെ ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടി പിടിക്കും. പിന്നെ വീണ്ടും ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമുക്ക് പിന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത് തന്നെ നേരെ പാടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ്. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു അടപ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് വെന്തിട്ടുള്ള കാരണം
നമുക്കൊരു ആ ഒരു ക്രീമി ആവുന്ന രീതിക്കുള്ള ആ ഒരു ടെക്സ്ചറാണ് നമുക്ക് ഈ ഒരു പായസത്തിൽ. അപ്പോൾ ഇതുപോലെ തിക്കായിട്ട് നമ്മുടെ ഈ ഒരു പായസം വെക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടും അതുപോലെ നല്ല മണമാണ് നമ്മുടെ ഈ പായസത്തിന്. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പായസം നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണാൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.